അമ്മിണിക്കുട്ടിയെ കുടിക്കാതെ വെള്ളം ഇങ്ങെടുത്തോളൂ. ഇന്ന് പതിവില്ലാണ്ട് അത്താഴപൂജ ലേശം വൈകി. വല്യമ്മാവന്റെ കാലശേഷം 40-45 കൊല്ലായി മുടക്കമില്ലാണ്ട് പല്ലാവൂരപ്പന് ശീവേലി കിട്ടണു. ഹലോ, നേരെയാവും. ഇതിന്റെയൊക്കെ ഗുണം കിട്ടാൻ പോണത് എന്റെ മോക്കാ, എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ അമ്മയുള്ള കാലത്ത് അതെ. ഇനി ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ ഓരോ പഴംപുരാണം പറഞ്ഞോണ്ടിരിക്കും. കുളിക്കാൻ വെള്ളം കറി വെക്കട്ടെ? ആവാം. സർവാപരാധങ്ങളും പുറത്ത് കാത്തുരക്ഷിക്കണേ ഗുരുനാഥ. നമ്മള് തമ്മിൽ കണ്ടിട്ട് 2 ആഴ്ച ആയില്ലേ ഗുരുനാഥ. എനിക്കതങ്ങോട്ട് സഹിക്കാനേ പറ്റണില്ല. കണ്ടില്ലേ, അതുകൊണ്ടല്ലേ ഈ സങ്കടവും സന്തോഷവും ഒക്കെ. എന്താടോ മിഴിച്ചു നിൽക്കണേ, അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തു വെക്കുക. എന്തൊക്കെയാടോ ഈ കൊണ്ടുവന്നിരിക്കണേ? ദക്ഷിണ അങ്ങോട്ട് ഇരിക്ക. കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ടും വലന്തല തളർത്തിയിട്ട ചെണ്ടയിൽ കോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ ഗുരുനാഥനുള്ള ദക്ഷിണ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എന്താടി നിന്റെ മുഖത്തൊരു മ്ലാനത? ഇടവന്നേ കുമാരാ, അതിങ്ങനെ എടുത്ത്. നീ ചോദിച്ചൊക്കെ ഉണ്ട്. സാരി ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, പാവാട ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങളൊക്കെ. പിന്നെ അതിലുള്ളി ഉണ്ട്, വലിയ ഉള്ളി. അതിലൊരു 4-5 എണ്ണം കൂടെ എടുത്ത് ഒരു പലകമ്മല വെച്ചൊരു കത്തിയെടുത്ത് അരിയ. എന്നിട്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് 2ആയിട്ട് മുറിച്ച് അതിൽ പിഴിഞ്ഞൊഴിക്കുക. ഒരു ഉള്ളു ഉപ്പ്, എന്നിട്ട് ഒന്ന് ഉഷാറാക്കുവാസോ നീയെ. എന്താണ് മാരാരെ നോക്കി നിൽക്കാതെ ഒന്ന് ഉത്സാഹിക്കും നിങ്ങള്. തുടങ്ങിയതല്ലേ ഉത്സാഹം. എങ്ങനെയുണ്ട് ഗുരുനാഥ? എന്റെ കുണ്ടലിന് കത്തിപ്പോയി. മലമക്കാവ് പൂരം കഴിഞ്ഞു വരണ വഴിക്ക് ഒരാരാധകന്റെ സമ്മാന. കുമാരാ, ലേശം അടിച്ചോളൂ. എനിക്ക് വേണ്ട അച്ഛനെ. കേട്ടിട്ടില്ല കുമാര, മദ്യം വിജ്ഞാന ഭൂഷണം. അത് വിദ്വാന്മാർക്കുള്ളതാണ് വാസു. നീ എന്തിനാ നിർബന്ധിക്കണ്ട, അവൻ കുടിക്കില്ല.